സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന സെമി ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകർ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് MP ദേവൻ ചേരും ആരാധകർക്കും. ലോക കിരീടം നിലനിർത്താനായി മെസ്സിയും സംഘവും നാളെ സ്വിറ്റ്സർലൻഡിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഈജിപ്തിനെതിരെ നേടിയ അവസാന മത്സരത്തിൽ നേടിയ ആ ഒരു ആവേശകരമായ ജയം, അതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും ആരാധകരുമുള്ളത്. നാളെ നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെയും ഇതേ ആവേശത്തിൽ തന്നെ തോൽപ്പിച്ചുകൊണ്ട് സെമിയിലേക്ക് കടക്കാൻ തന്നെയാണ് അർജന്റീന ടീം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതേ ആവേശത്തിൽ തന്നെ ആരാധകരുമുണ്ട്. എന്നോടൊപ്പം അർജന്റീനയുടെ കടുത്ത ആരാധകർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷം വരെ നമ്മളെ ടെൻഷനാക്കിയ ഒരു കളിയായിരുന്നു. ആ അവസാനത്തെ ഒരു 10-15 മിനിറ്റാണ് കളിയുടെ ഗതി മൊത്തത്തിൽ മാറ്റിയതും അർജന്റീന വിജയം സമ്മാനിച്ചത്. അപ്പോൾ നാളെ ടെൻഷൻ ഇല്ലാതെ കളി കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉറപ്പായും നമ്മൾ തന്നെ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്, നല്ലൊരു ഉറപ്പുണ്ട്. ടെൻഷനിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി കുറച്ച് ടഫായിരുന്നു. ആദ്യ പകുതിയൊക്കെ കുറച്ച് താഴെ പോയിട്ടുണ്ടെങ്കിലും രണ്ടാം പകുതി നന്നായിട്ട് കളിക്കുന്നുണ്ട്. കാരണം ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ടായാലും ഹാഫ് കഴിഞ്ഞിട്ടായാലും കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ടീം കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമുക്ക് സ്കോർ ചെയ്യാം. നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോറിങ് തിരിച്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഡിഫൻസൊക്കെ നോക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന മത്സരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടഫായിട്ട് വരത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കി കണ്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. മെസ്സി തന്നെയാണ് ഇപ്പം ഗോൾ വേട്ടയിൽ ഏകദേശം മുന്നിൽ നിൽക്കുന്നത്. അപ്പം നാളെയും ആ ഒരു തുടർച്ച ഉണ്ടാവും, ടീമിനായിട്ടുള്ള ഒരു ഗോൾ വേട്ട തുടരും. തീർച്ചയായിട്ടും നാളെയും മെസ്സി തന്നെ ഗോൾ നേടും. എന്തായാലും ജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സ്വപ്ന ഫൈനൽ എന്ന് കാണുന്ന രീതിയിൽ ആരായിരിക്കും? അർജന്റീനയ്ക്ക് എതിരായിട്ട് ഇന്ന ടീം വരണം ഫൈനലിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അർജന്റീനയ്ക്ക് എതിരായിട്ട് നല്ലൊരു കളി കാണാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ സെമി ആയിരിക്കും. ഒരു പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഫ്രാൻസ് ആയിരിക്കും ഫൈനലിൽ വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഫൈനലിൽ വരുന്ന നല്ലൊരു എതിരാളിയാണ് അർജന്റീനയ്ക്ക്. അപ്പോൾ നല്ലൊരു കളി നമുക്ക് കാണാൻ സാധിക്കും. മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആണോ എന്ന് നമുക്കറിയത്തില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് വേൾഡ് കപ്പ് ആണെന്നാണ്. അപ്പം തീർച്ചയായും മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് നമുക്ക് അതിമനോഹരമായി ആസ്വദിക്കാൻ കഴിയും. ഇപ്പം വേൾഡ് കപ്പ് നേടിയാൽ തന്നെ നമുക്ക് നല്ലൊരു ആസ്വാദനം കിട്ടും അതിൽ നിന്ന്. ടീം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു, എതിർ ടീം ഫോക്കസ് ചെയ്യുന്നു, മെസ്സിനെ തന്നെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് എല്ലാ ഇപ്പോൾ 11 ആണെങ്കിൽ കൂടെ നമ്മളിപ്പോൾ എല്ലാ പ്ലേയേഴ്സിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റേ പ്ലേയേഴ്സ് ഒന്നും ഫോക്കസ് ചെയ്യണ്ടേ, ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മെസ്സി മാത്രമാണ് ആ ടീമിന്റെ കരുത്ത് എന്ന് പറയാം. ഈ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം കൂടുതലായിട്ട് ഉയർന്നിരുന്ന ഒരു ആക്ഷേപം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകകപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പോർച്ചുഗൽ ഫാൻസും ബ്രസീൽ ഫാൻസും ഒക്കെ പറയുന്നത്. അസൂയാലുക്കൾ പറയുന്ന കാര്യമാണോ അത്? അതൊക്കെ വളരെ തെറ്റായ ഒരു ഇതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗെയിം കളിക്കാതെ തന്നെ അവർക്ക് കപ്പ് കൊടുത്തൂടെ? എന്തിനാ അവർ ചുമ്മാ കളിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. ചുമ്മാ അവർക്ക് അർജന്റീനയ്ക്ക് ഒരു കപ്പങ്ങ് കൊടുത്തൂടെ? എന്തിനു ഇവർ ഇത്രയും പൈസ മുടക്കി അല്ലെങ്കിൽ ഇത്രയും മുടക്കി ഒരു കളി വയ്ക്കുന്നത്? അതൊക്കെ കളി തോറ്റതിൻ്റെ ഒരു ഇതായി സംസാരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഏതായാലും നാളത്തെ കളിയും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം പോലെ തന്നെ വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരിക്കും. പക്ഷേ വിജയം അർജന്റീനയ്ക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. അങ്ങനെ ലോകകപ്പ് കിരീടം അർജന്റീന തന്നെ ഇത്തവണയും നിലനിർത്തും. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്.